ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 3 ചേരുവ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ചോറ് വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിലാണ് കേട്ടോ ചോറ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ വെള്ള അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. മട്ട അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. നല്ല പേസ്റ്റ് ആക്കിയിട്ട് വേണം അരച്ചിട്ടെടുക്കാൻ. അപ്പോൾ ഇതാ ചോറ് ഞാനിവിടെ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ദാ ഈ ഒരു രീതിക്കാണ് ഇപ്പം ഇത് ഇരിക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. മൈദയ്ക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. മൈദ ചേർക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഒരു ടേസ്റ്റൊക്കെ കിട്ടുക കേട്ടോ. പൊറോട്ടയുടെ ടേസ്റ്റൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ മൈദ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടും കൂടി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടും കൂടി എടുക്കാം. അപ്പോൾ അത് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കൈ വെച്ചിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് ആദ്യം ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മാവ് ഒട്ടിപ്പിടിക്കുന്ന രീതിക്കാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനിയും നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ഈ ഒരു മാവ് ഒരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ തൂവിയിട്ടാണ് ഇതൊന്ന് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക കേട്ടോ. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി മൈദ തൂവി കൊടുക്കുന്നത്. കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് മാറ്റിയിട്ടാണെങ്കിലും നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി കേട്ടോ. ഒരു 4-5 മിനിറ്റ് എടുത്ത് കുഴച്ചിട്ടെടുക്കുക. നന്നായിട്ട് സോഫ്റ്റായിട്ട് വേണം കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ മൈദ ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ദാ ഈ ഒരു മാവ് ഞാനിവിടെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു രീതിക്ക് വേണം കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനായിട്ട് നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഞാനിതൊന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടിതൊന്ന് അടച്ചിട്ടും കൂടി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അധിക സമയമൊന്നുമില്ല, ഒരു 15 മിനിറ്റ് വെച്ചാൽ മതിയാവും കേട്ടോ. അടച്ച് തന്നെ വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയി പോവും. അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു മാവ് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് ആ ഒരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റാം. അത് മാറ്റുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് വേണം കേട്ടോ മാറ്റാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ഏകദേശം ഒരേ വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ടും കൂടി എടുക്കാം. എന്നിട്ട് ഇത് ഓരോന്നും ബോൾസ് ആക്കിയിട്ടങ്ങ് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ആക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ അതെല്ലാതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരേ വലിപ്പമുള്ള 6 ബോൾസാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് പരത്തി തുടങ്ങാം. പരത്താൻ എടുക്കുമ്പോൾ ബാക്കിയുള്ളത് അടച്ചു വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. പരത്തി എടുക്കുന്നതിനായിട്ടൊരു കട്ടിംഗ് ബോർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മൈദയൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ഉരുളയൊന്ന് വെച്ചിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മൈദ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു റോളർ വെച്ചിട്ട് അങ്ങ് പരത്തിയിട്ട് എടുക്കാം. തിക്കായിട്ടല്ല കേട്ടോ പരത്തിയെടുക്കേണ്ടത്, അത്യാവശ്യം നൈസായിട്ട് തന്നെ പരത്തിയിട്ടെടുക്കാം. അപ്പോൾ അതായത് ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. മൈദ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് പരത്തിയെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ വേണം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന കണക്ക് ഒന്ന് മടക്കിയിട്ടെടുക്കാം. ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം എന്നില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയിട്ടെടുക്കാം. എന്നിട്ട് അവിടെയും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പുറത്തുനിന്നും ഞാനൊന്ന് മടക്കിയിട്ടുണ്ട്. അവിടെയും കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മടക്കുന്നുണ്ട്, അവിടെയും ഓയിൽ ബ്രഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൈദ തൂവി കൊടുക്കുന്നുണ്ട്. അവസാനം ഇതങ്ങ് കവർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ.
ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കി എടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ബോൾസും ഇതുപോലെ തന്നെ നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ അത് 6 ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് കട്ടിംഗ് ബോർഡിലേക്ക് പിന്നെയും കുറച്ച് മൈദ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വെച്ചിട്ട് ആ ഒരു മൈദ ഇതിലേക്കൊന്ന് കോട്ടാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതങ്ങ് പരത്തിയിട്ടെടുക്കാം കേട്ടോ. നൈസായിട്ട് തന്നെ പരത്തിയിട്ടെടുക്കണം. തിരിച്ചും മറിച്ചും ഒക്കെ വെച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊന്ന് പരത്തിയിട്ടെടുക്കുക കേട്ടോ. പരത്തിയെടുത്തതെല്ലാം കൂടി ഒരുമിച്ച് വെക്കരുത്, ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നുകിൽ പരത്തിയത് ചുട്ടെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി പരത്തിയിട്ട് ഒരുമിച്ച് വെക്കാതിരിക്കുക. ഇനി ഇതൊന്ന് ചുട്ടിട്ടെടുക്കാം. അതിനായിട്ട് ചൂടായിട്ടുള്ള നോൺ സ്റ്റിക്ക് തവയിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ഇതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് ചേഞ്ചായി വരും, പക്ഷേ ഉൾഭാഗം വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം കുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് വെന്ത് വരുന്ന കണക്ക് ആ മുകൾ ഭാഗത്തെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്കും കുറച്ചുകൂടി ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ സൈഡിലും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ ഇതായത് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ, നല്ല രീതിയിൽ പൊങ്ങി വരും. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളു വെന്ത് കിട്ടത്തില്ല കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നിടം വരെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള റൊട്ടി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊറോട്ടയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. പൊറോട്ട ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടും ഇല്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് രാവിലെയോ രാത്രിയോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാനൊന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളൊക്കെ സോഫ്റ്റാണ്. എത്ര നേരം വേണമെങ്കിലും സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ, നമ്മൾ ചോറ് ചേർത്ത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇതാത് ഞാനൊന്ന് മുറിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ലെയറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ തോന്നുന്നില്ലേ? നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതൊരു ഹെൽത്തി റെസിപ്പി ഒന്നും അല്ല, വല്ലപ്പോഴുമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഒട്ടും ഹെൽത്തി ഒന്നുമല്ല, നമ്മൾ മൈദയും ഓയിലും ഒക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ആഗ്രഹം തോന്നുമ്പോൾ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി, അത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.